നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് രാവിലത്തെ കേട്ടോ, കലക്കി ചുട്ടപ്പമാണ്. രാവിലെ അരി രാത്രി വെള്ളത്തിലിട്ടിട്ട് പിന്നെ രാവിലെ അത് അരച്ച് അപ്പോഴേക്കപ്പോഴേ ചുടുന്നതാണ്. നീർദോശ എന്നും പറയും, കലക്കി ചുട്ടപ്പം എന്നും പറയും. എന്തായാലും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ എത്ര വഴുകി നീച്ചാലും നമുക്ക് പെട്ടെന്ന് എങ്ങനെ പണി തീർക്കാന്നുള്ളൊരു ഒരു കുഞ്ഞു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം കാണിക്കുന്ന മീനിലേക്ക് മസാല തേക്കുന്നത്. അപ്പോൾ ഞാനൊരു മിക്സിയിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. നിങ്ങളുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കുറച്ച് ഇടാം കേട്ടോ. എൻ്റെ അതിലില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു മുറി നാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നത്. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ അത് ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കുക. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയാണ്. നമ്മൾ മീനിൽ മസാല തേക്കുമ്പോൾ അതിൻ്റെ മുൻപേ തന്നെ മീൻ നല്ലപോലെ കഴുകി വെള്ളം നല്ലപോലെ വാർത്തതിന് ശേഷം മാത്രം മീനായാലും ഇറച്ചിയായാലും മസാല തേക്കുക. അപ്പോഴാണ് മീനിലേക്ക് നല്ലപോലെ അതിൻ്റെ മസാല ഉപ്പും മുളകും പുളിയൊക്കെ നല്ലപോലെ പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മീനയിലേക്ക് ഇട്ട് നല്ലപോലെ മസാല തേച്ചിട്ടുണ്ട്. ഏത് മീനിലേക്ക് വേണമെങ്കിലും നിങ്ങൾ തേച്ചോളി. ഈ മസാല അടിപൊളി മസാലയാണ്. പിന്നെ നമ്മൾ കറി വെക്കുന്നത് പരിപ്പാണ്. അപ്പോൾ പരിപ്പ് കഴുകിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. പരിപ്പ് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഉള്ളിയും തക്കാളിയും ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് കുമ്പളങ്ങയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ എപ്പോഴും എല്ലാത്തിലും കുറച്ച് കൂടുതൽ ഇടും കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് കറി വെക്കുകയാണെങ്കിൽ ഏത് കറി വെക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് കുറച്ച് കൂടുതലിടും. പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നത് ഇത് തിളച്ച് തൂത്ത് മേലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇത്രയും തന്നെ മതിയാവും. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ് പരിപ്പിൻ്റെ ഒപ്പിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് വെന്തുടഞ്ഞു പോകും. അപ്പോൾ അതിങ്ങനെ വെച്ച് പറഞ്ഞാൽ വെന്തുടയില്ല കേട്ടോ. അപ്പോൾ എല്ലാം പാടെ പെട്ടെന്ന് ആവുകയും ചെയ്യും. ചാറായാലും ഉപ്പേരിയായാലും ഒരൊറ്റ വിസിലും കൊണ്ട് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ മുരിങ്ങക്കായ് ഞാൻ അതിൻ്റെ നടുവിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കുറച്ച് പയറും മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. നേരെ വഴുകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് വേവിക്കാനുള്ള സമയമല്ല. അപ്പോൾ അത് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. 2 വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കുക. ഇതുപോലെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കി. അടിപൊളി ടിപ്പാണ്. ഗ്യാസിനെ ലാഭിക്കുക. നമുക്ക് സമയവും വഴുകി നീക്കുകയാണെങ്കിലും ഇതിൻ്റെ മേലെ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് അതും വെക്കാം കേട്ടോ. എത്ര സാധനം വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യും. ഞാൻ നേരം വഴുകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. പയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്കായും വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നാലും ചാർന്നുള്ള വെള്ളം വന്നിട്ട് അത് വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണ്ട പറഞ്ഞത്. മുരിങ്ങക്കായും വെന്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഇപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ അത് ഉടഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഉടയൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതാ പരിപ്പും കായറിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ 3 എണ്ണം വെന്ത് കിട്ടി. പിന്നെ ഞാനതൊരു മൺചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കിയതിന് ശേഷം മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഞാനതവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ നമ്മുടെ ഉപ്പേരി തൂമിച്ചെടുക്കുക. അപ്പോൾ അതിന് ഞാൻ അത് ചാറ് തിളക്കുമ്പോഴേക്കും നമുക്ക് ഉപ്പേരി തൂമിച്ചെടുക്കുക. ഉപ്പേരി തൂമിക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ടത് ക്യാമറയിൽ പെട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും മുളകും ഒക്കെ കുത്തിയിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളിയും കുത്തിയിട്ടുണ്ട്. കുത്തിയിട്ടിട്ട് തന്നെ തൂമിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും മുറിച്ചിടുന്നതിനെക്കാട്ടി. അപ്പോൾ അത് ഉള്ളിയൊക്കെ ഒന്ന് അവിടെ വഴന്ന് വരട്ടപ്പോഴേക്കും നമുക്കത് കറി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങയും ചെറിയ ഉള്ളിയും പാടെ അരച്ചതാണ്. തേങ്ങ അരക്കണമെന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. തേങ്ങയും ചെറിയ ഉള്ളിയും പാടെ കൂട്ടിയിട്ട് നല്ലപോലെ ഫൈനാക്കി അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി തിളക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. എത്ര ഈസി ആയിട്ട് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ. എനിക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യലുണ്ടോ എന്നൊന്ന് അറിയിപ്പിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറയിലേക്ക് കൊട്ടിയാൽ മതി.
പയർ പൊട്ടിയതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഉപ്പിടാണ്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ രാവിലെ നേരത്തെ പോകേണ്ടവർക്ക് ഒരു 2-3 തുണ്ട് മീനും ആദ്യം പൊരിച്ചിട്ടുണ്ട്. ഇത് ജോലിക്ക് പോകണവർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 തുണ്ട് മീൻ ആദ്യം പൊരിച്ചു, പിന്നെ ഇനി ബാക്കിയുള്ള ഉച്ചയ്ക്ക് ഞങ്ങൾ പൊരിക്കുള്ളൂ. ഇത് കറിയൊക്കെ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. തിള വന്നാൽ നമ്മൾ തിളയ്ക്കാൻ വിടരുത് കേട്ടോ. തിള വന്നിടുമ്പോൾ തന്നെ നല്ലൊന്ന് ഇളക്കിയിട്ട് ഓഫാക്കി വെക്കുക. ഓഫാക്കിയതിന് ശേഷം ഞാൻ എനിക്ക് കടുക് ഇട്ടിട്ട് തൂമിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് കറിവേപ്പിലില്ല. കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ഇടുക. ഒരു മുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തൂമിച്ചാൽ നല്ല മണമായിരിക്കും കേട്ടോ. പിന്നെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് ഉച്ചയ്ക്ക് മീൻ പൊരിക്കണത്. ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടമായി എല്ലാവരും. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കുക. ഈ മസാല ഏത് മീനിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾ തേച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.